നമസ്കാരം. നിർമ്മല സീതാരാമൻ നമ്മുടെ ധനകാര്യമന്ത്രി വളരെ വിസ്മയപ്പെടുത്തുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും സന്തോഷിക്കുന്നത് മധ്യവർഗമാണ്. മധ്യവർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പത്തെ വരുമാന ഘടനയ്ക്കുള്ള നോക്കുമ്പോൾ മധ്യവർഗമല്ല, സമ്പന്നവർഗമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വരവും ചെലവും എല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോൾ മധ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ആണ് ഇത്തവണ നിർമ്മല സീതാരാമൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവർക്ക് വലിയ നേട്ടം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഡൽഹിയിലെ ഇലക്ഷനിൽ അവിടെ മധ്യവർഗത്തിലുള്ള ശമ്പളക്കാരാണ് കൂടുതലുള്ളത്. അവർക്ക് നേട്ടമുണ്ടാകുമ്പോൾ വോട്ട് നേടാം എന്നുള്ള ഉദ്ദേശമുണ്ടായിരിക്കാം. എന്നാൽ സാധാരണക്കാർക്കും ഇപ്പോഴുള്ള ജനങ്ങൾക്കൊന്നും തന്നെ ഇവർ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. അത് 12 ലക്ഷം വരെയുള്ള ഒരു വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് പ്രത്യക്ഷ തന്നെ പറയുള്ളത്. എന്നാൽ വീണ്ടും പറയുന്നതിൽ ചില വ്യത്യാസമുണ്ട്. ഈ 12 ലക്ഷത്തിൽ മേധേ വരുമാനമുള്ളവരും വരുമ്പോൾ ആദ്യത്തെ 4 ലക്ഷത്തിന് ഒരു നികുതി കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു വ്യത്യാസമാണ്. അതായത് 12 ലക്ഷം വരെയുള്ള ഒരാൾക്ക് വരുമാനമെങ്കിൽ നികുതിയൊന്നും കൊടുക്കണ്ട. 12 ലക്ഷത്തിന് മേധയുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു തരാം. അത് വളരെ 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 കൃത്യമായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ പറഞ്ഞുതരാം. അതായത് നമുക്ക് 1 ലക്ഷം രൂപയാണ് മാസവരുമാനമുള്ളതെങ്കിൽ നമുക്ക് നികുതി കൊടുക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. സത്യത്തിൽ 1 ലക്ഷമല്ല, ഒരു സ്റ്റാൻഡേർഡ് റിബേറ്റ് ഉണ്ട്. അതായത് 75,000 രൂപ ഒരു കൊല്ലത്തിൽ 12 ലക്ഷം രൂപ വരുമ്പോൾ ഒരു 75,000 രൂപ റിബേറ്റും അടക്കുമ്പോൾ 12,75,000 രൂപ വരെയുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കണ്ട? ഇൻകം ടാക്സ് കൊടുക്കുക. അതായത് 1,06,000 രൂപ വരെ നമുക്കൊരു മാസത്തിൽ വരുമാനമുണ്ടെങ്കിൽ, ശമ്പളമായിട്ടോ മറ്റു തരത്തിലോ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിന് നമ്മൾ ഇനി ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു വരുമാനം 1,06,000 മേധേ വരുന്നു. നമുക്ക് ചിന്തിക്കാം, ഒരു 1,50,000 രൂപയാണ് നമുക്ക് മാസം വരുമാനം വരുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ലാബ് 12 ലക്ഷം വരെയുള്ളവർക്ക് കൊടുക്കണ്ട എന്നുള്ളതല്ല, 4 ലക്ഷം വരെയുള്ളവർക്ക് 4 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 1 രൂപയും കൊടുക്കണ്ട. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ളതിന് 5% നികുതി അടയ്ക്കണം. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ളതിന് 10% നികുതി അടയ്ക്കണം. അതായത് 12,70,000 മേധേ വരുമാനമുണ്ടെന്ന് ഇരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 20 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു വാർഷിക വരുമാനം ഉണ്ടെന്നിരിക്കുക. അദ്ദേഹത്തിന് ഈ സ്ലാബല്ല, അദ്ദേഹത്തിന് ആദ്യത്തെ 4 ലക്ഷം വരെ പണമൊന്നും നികുതി അടയ്ക്കണ്ട. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% നികുതി അടയ്ക്കണം. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10% നികുതി അടയ്ക്കണം. 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ 15% നികുതി അടയ്ക്കണം. 16 ലക്ഷം മുതൽ 20 വരെ 20% നികുതി അടയ്ക്കണം. 20 മുതൽ 24 ലക്ഷം വരെ അദ്ദേഹം 25% നികുതി അടയ്ക്കണം. 24 ലക്ഷത്തിന് മുതൽ എത്ര വരുമാനമുണ്ടോ അതിനൊക്കെ 30% നികുതി അടയ്ക്കണം എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ്റെ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് വളരെ സിമ്പിളായി നമ്മൾ മനസ്സിലാക്കി തരാവുന്ന കാര്യം. അതായത് 12,70,000 രൂപ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ നികുതി അടയ്ക്കണ്ട. അതേസമയത്ത് 12 ലക്ഷത്തിന് മേധേ വരുന്നതിനല്ല അടയ്ക്കേണ്ടത്. ആദ്യം മുതൽ അതായത് 4 ലക്ഷം വരെ മാത്രം ആദ്യത്തെ 4 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കേണ്ട എന്നുള്ളൂ, നികുതി അടയ്ക്കേണ്ട എന്നുള്ളൂ. പകരം നമുക്ക് 4 ലക്ഷം മുതൽ 8 വരെ അങ്ങനെ ഓരോ സ്ലാബായിട്ട് നമ്മൾ അത് കണക്കൂട്ടി ടോട്ടൽ നികുതി അടയ്ക്കണമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതായത് 12 ലക്ഷം വരെ വാങ്ങുന്നവർക്ക് വലിയ ലാഭമാണ്. 12,70,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക്, മാസവരുമാനം എന്ന് പറയുന്നത് നമുക്ക് ശമ്പളം ഉണ്ടാകാം, അല്ലാതെയുള്ള വരുമാനം വാടക ഇനത്തിൽ കിട്ടുന്നുണ്ടാവും, അല്ലാത്ത രൂപത്തിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടാവും. പലതരത്തിൽ നമുക്ക് വരുമാനം കിട്ടുമല്ലോ. ഈ വരുമാനം എന്ന് പറയുന്നത് പലതരത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ പലതരത്തിൽ വരുന്ന വരുമാനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് നമ്മളെ ഒരു മാസ വരുമാനം ഒരു 1,06,000 മേധേ വരുന്നുണ്ടെങ്കിൽ വലിയ നികുതി തന്നെ നമ്മൾ അടയ്ക്കണം. അതായത് 12 ലക്ഷം വരെ വരുന്നതിലും നമ്മൾ നികുതി അടയ്ക്കണമെന്നാണ് ഈ പുതിയ നികുതി ബഡ്ജറ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ സിമ്പിളായി മനസ്സിലായോ? അതായത് നമുക്ക് 1,06,000 രൂപ വരെയാണെങ്കിൽ ഒരു മാസത്തിൽ വരികയാണെങ്കിൽ നമ്മൾ നികുതിയെ അടയ്ക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അതേസമയത്ത്
നമുക്ക് ഒരു 1,06,000 മേലെ വരുമ്പോൾ നമ്മൾ 4 ലക്ഷത്തിന് മേലെയുള്ള വരുമാനത്തിന് സ്ലാബ് കണക്കിൽ 4, 8, 8, 12 ആ ഓരോ കൂട്ടി ടോട്ടൽ നമ്മൾ നികുതി അടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിലുള്ള പ്രത്യേകത. പ്രത്യേകിച്ചും ഡൽഹിയിൽ അവിടെ ഏറ്റവും അധികം മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് വോട്ട് ചെയ്യാനുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിച്ച് വെറും 4-5 ദിവസമുള്ളൂ. ഈ സന്ദർഭത്തിൽ അവിടെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നിർമ്മല സീതാരാമൻ വളരെ കൃത്യതയോടുകൂടി ടാർഗറ്റ് ചെയ്ത് അവതരിപ്പിച്ച ബഡ്ജറ്റാണ് ഇത്. ഇന്ത്യയിലെ എല്ലാവർക്കും ഗുണകരമാണ്. സാധാരണ 1,00,000 രൂപ 1,06,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടം തന്നെയാണ്. നിർമ്മല സീതാരാമൻ്റെ ഈ മാജിക്കിൽ തീർച്ചയായും സന്തുഷ്ടരാണ് ഇന്ത്യയിലെ സാധാരണ വരുമാനമുള്ള ആളുകൾ. കാരണം 1,00,000 രൂപ ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് വലിയൊരു വരുമാനമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എന്തിനും ഒരു മാസത്തിൽ ഏത് കാര്യത്തിന് ചിലവാക്കിയാലും അത്യാവശ്യം പൈസ നമുക്ക് ചിലവാകും. ഒരു ആവറേജ് ഒരു 1,00,000 രൂപയൊക്കെ മാസത്തിൽ ചിലവാക്കാൻ നമുക്ക് നമ്മൾ ഡീസൽ അടിക്കണമെന്നതിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങണമെന്ന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണ കാര്യത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള ചിലവ് വീടൊന്ന് നന്നാക്കണം എന്ന് തോന്നിയാലുള്ള ചിലവിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് മിനിമം 1,00,000 രൂപ മാസത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ സുഖമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ അതിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 12,70,75,000 നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ 4 ലക്ഷം മുതൽ അങ്ങോട്ട് ടാക്സ് കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 12 ലക്ഷം വരെയുള്ള 75,000 വരെ ഒരു വാർഷിക വരുമാനമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. 12,70,75,000 മേലെയാണെങ്കിൽ നിങ്ങൾ 4 ലക്ഷം മുതൽ അങ്ങോട്ട് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകം. അതായത് ഒരു 20 ലക്ഷം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വാർഷിക വരുമാനം, 4 ലക്ഷം മുതൽ 8 ഓരോ സ്ലാബായി കണക്കൂട്ടി അതിൻ്റെ ടോട്ടൽ നിങ്ങൾ ടാക്സ് ആയിട്ട് ഒരു വാർഷികത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഇതിൽ പറയാവുന്ന കാര്യം. നന്ദി, നമസ്കാരം.